നിങ്ങളൊന്ന് സങ്കല്പിച്ചേ, ഈ ലോകത്തെ എല്ലാവരും ഭയങ്കര ഹെൽത്തി ആയിരുന്നെങ്കിലെന്ന്. എല്ലാവർക്കും നല്ല ഫിറ്റ്നസ് ആയിട്ടുള്ള ബോഡി ഉണ്ട്. എല്ലാവരും ഭയങ്കര ഹെൽത്തിയാണ്. ആർക്കും ഒരു രോഗവുമില്ല. ഇങ്ങനെ ഒരു ലോകത്തെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇങ്ങനെ ഇപ്പൊ എല്ലാവരും ജീവിച്ചു തുടങ്ങിയ, എല്ലാവരും ഭയങ്കര ഹെൽത്തി ആയിട്ട്, എല്ലാവരും നല്ല ഫിറ്റ്നസ് ഒക്കെ നോക്കി, എല്ലാവരും നല്ല ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ഈ ലോകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ആദ്യം വരാൻ പോണ ചേഞ്ചസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാർമ കമ്പനീസ് ഉണ്ടല്ലോ, അതങ്ങ് അടച്ചു പൂട്ടും. അത് മാത്രമല്ല, വേറെ കുറെ കമ്പനീസ് അടച്ചു പൂട്ടും. ഈ ഫാർമ കമ്പനീസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? അവർക്ക് മെയിനായിട്ട് അവരുടെ റവന്യൂസ്, നമ്മുടെ ആളുകൾക്ക്, നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ അവരുടെ നിന്ന് നമുക്ക് അവരുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മെഡിസിൻ്റെ രൂപത്തിൽ നമ്മൾ അവരുടെ പ്രോഡക്ട്സ് മേടിക്കുമ്പോഴാണ് അവർക്ക് ലാഭം കിട്ടുന്നത്. അപ്പം നമ്മൾ ഇവരുടെ മെഡിസിൻസ് ഒന്നും മേടിക്കുന്നില്ല, നമ്മൾ ഇവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നമുക്ക് രോഗമില്ല. കാരണം നമുക്ക് രോഗം ഉണ്ടെങ്കിലേ നമുക്ക് മെഡിസിൻ മേടിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് രോഗം ഇല്ലെങ്കിലോ? അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് പറ്റും? ഈ ഫാർമ കമ്പനീസിന് അവരുടെ മെഡിസിൻസ് ഒന്നും വിറ്റ് പോകത്തില്ല. അങ്ങനെ വിറ്റ് പോയില്ലെങ്കിൽ അവർക്ക് റവന്യൂ കിട്ടത്തില്ല. അങ്ങനെ അവരുടെ കമ്പനീസ് ഇടിയും. നമുക്കറിയാം, ഈ ലോകത്ത് കുറേ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസ് ഉണ്ട്. ഇതെല്ലാം നശിച്ചിട്ട് കുറച്ച് കമ്പനീസ് മാത്രം നിൽക്കും. ഇപ്പം ആളുകൾ എത്ര ഹെൽത്തിയും ഡയറ്റൊക്കെ നോക്കി പോവുകയാണെങ്കിലും, അവർ എത്ര ഹെൽത്തി ആണെങ്കിൽ തന്നെ അവർക്ക് ആക്സിഡന്റ് വരാം, എന്തെങ്കിലും രീതിയിലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ജനറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാം. അപ്പം അതൊക്കെ ഭയങ്കര റെയർ ആയിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാക്കുന്ന ഫാർമ കമ്പനീസ് മാത്രം ചിലത് സർവൈവ് ചെയ്യും. അതും വലിയ പ്രോഫിറ്റിലൊന്നും ആയിരിക്കത്തില്ല, ചെറിയ പ്രോഫിറ്റ് മാർജിനിലൊക്കെ ആയിരിക്കും അവർ സർവൈവ് ചെയ്ത് പോകുന്നത്. ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സെക്ടറാണ് ഫാർമ സെക്ടർ. ഈ ഫാർമ കമ്പനീസ് മാത്രമല്ല അടച്ചുപൂട്ടി പോകുന്നത്, കുറെ ഫുഡ് ആൻഡ് ബിവറേജസ് കമ്പനീസും അടച്ചുപൂട്ടി പോകും. മെയിനായിട്ട് ആളുകൾ ഹെൽത്തി ആകുമ്പോൾ ആളുകൾ ഷുഗറൊക്കെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യും. കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് മൊത്തത്തിൽ നിർത്തത്തില്ല, കുറച്ചൊക്കെ അവർ അവോയ്ഡ് ചെയ്യും. അപ്പം ഈ മക്ഡൊണാൾഡ്സ് പോലത്തെ കമ്പനീസും ഈ ബർഗർ കിങ്ങും പിന്നെ ഈ പെപ്സിയും കൊക്കക്കോള ഇങ്ങനത്തെ കമ്പനീസ് എല്ലാം ഇവർക്ക് എല്ലാവർക്കും നല്ല പണി കിട്ടും. ഇവരുടെ റവന്യൂ ഒക്കെ ഭയങ്കരമായിട്ട് ഫോൾ ആവും. ഇവരുടെ സ്റ്റോക്ക് പ്രൈസും നന്നായിട്ട് ഫോൾ ആവും. അങ്ങനെ ഇവരുടെ കമ്പനി ഒരു ബാങ്ക്രപ്സിയുടെ വക്കിലേക്ക് എത്തും. നമുക്കൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. കുറച്ച് നാൾക്ക് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്നു. അപ്പം പുള്ളിയുടെ മുമ്പിൽ ഇരുന്ന ഒരു കൊക്കക്കോളയുടെ ക്യാനുണ്ട്, ഒരു വെള്ളത്തിൻ്റെ ക്യാനുണ്ട്. അപ്പം പുള്ളി കൊക്കക്കോളയുടെ ക്യാൻ തൻ്റെ മുമ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ ക്യാൻ എടുത്ത് പുള്ളി റേസ് ചെയ്ത് കാണിച്ചു, വാട്ടറാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. അപ്പം തന്നെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ തന്നെ ലോകത്തറിയാം, നമുക്കിപ്പോൾ അറിയാം, 600 മില്യൺ ഫോളോവേഴ്സ് ഉള്ള, ഇൻസ്റ്റാഗ്രാമിലൊക്കെ 600 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പം അങ്ങനെ ഒരു വ്യക്തി അത് ചെയ്യുമ്പം അത് അവരുടെ ഷെയർ പ്രൈസിനെ ബാധിച്ച്, അങ്ങനെ അവരുടെ ഷെയർ പ്രൈസ് വീണ്. അപ്പം അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അത് ചെയ്തപ്പം ഇത്രയും സംഭവിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ, ലോകത്തെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇത് അവോയ്ഡ് ചെയ്ത് തുടങ്ങിയ, ഇങ്ങനത്തെ കൊക്കക്കോളയും പെപ്സിയും ഇങ്ങനത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങി എന്ത് സംഭവിക്കും? ഇവരെല്ലാം ഫോളോ ആവും. അത് മാത്രമല്ല, ആൽക്കഹോൾ കമ്പനീസും സിഗരറ്റ് കമ്പനീസും എല്ലാം വീഴും. കാരണം ആളുകൾ ഹെൽത്തി ആണെന്ന് നോക്കുമ്പോൾ ആളുകൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യും. സിഗരറ്റും അവോയ്ഡ് ചെയ്യും, ആൽക്കഹോളും അവോയ്ഡ് ചെയ്യും. കാരണം ആളുകൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡിയും ഒരു രോഗമില്ലാത്ത ഒരു നല്ലൊരു ശരീരം വേണമെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ അവോയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ കുറെ നല്ല കാര്യങ്ങളൊക്കെ കുറെ കമ്പനീസും സംഭവിക്കും. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ മക്ഡൊണാൾഡ്സ് പോലത്തെ കമ്പനീസൊക്കെ അവരുടെ അൺഹെൽത്തി ഫുഡ്സ് ഒക്കെ അവരുടെ സെക്ടറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള സലാഡ് പോലത്തെ ഫുഡൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യും. കാരണം അവർക്ക് സർവൈവ് ചെയ്യണ്ടേ, അവർക്ക് ഈ മാർക്കറ്റിൽ നിൽക്കണ്ടേ. അപ്പോൾ അവർ ഈ ബർഗറൊക്കെ എടുത്ത് കുറേയൊക്കെ മാറ്റിയിട്ട് അവർ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കയറ്റും. ഇപ്പം ബർഗറിൻ്റെ ആ ബ്രെഡിൻ്റെ ഇതൊക്കെ അവർ കുറച്ചിട്ട്, ബ്രെഡിൻ്റെ അവർ സൈസ് കുറച്ചിട്ട്, എന്നിട്ട് കൂടുതൽ ചിക്കനും എഗ്ഗൊക്കെ വരുന്ന രീതിയിൽ അവർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യും. അങ്ങനെ ചില കമ്പനീസൊക്കെ അങ്ങനെ നിന്നു പോകും. അതുമാത്രമല്ല, ഫിറ്റ്നസ് ഇൻഡസ്ട്രിക്ക് ഭയങ്കര ബൂം കിട്ടും. കാരണം കുറേ ഫിറ്റ്നസ് കമ്പനീസ് ഉണ്ട്, മൈ ഫിറ്റ്നസ് പാല് പോലത്തെ, അങ്ങനെ ജിമ്മിൻ്റെ ചെയിൻ, എനിക്ക് കുറേ എല്ലാത്തിൻ്റെയും പേര് അറിഞ്ഞൂടാ, കുറേ അങ്ങനത്തെ കമ്പനീസ് ഉണ്ട്, ജിം ചെയിൻസ് ഉണ്ട്. അങ്ങനെ ഇവയെല്ലാം ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. കാരണം ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റും കിട്ടും, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടും. അങ്ങനെ ഇവരെല്ലാവർക്കും പിന്നീട് ഒരു ഇങ്ങനെയൊക്കെ ആളുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം ഭരിക്കാൻ പോകുന്ന കമ്പനീസ് ഈ ഫിറ്റ്നസ് കമ്പനീസ് ആയിരിക്കും. പിന്നെ ഹോസ്പിറ്റൽസിനെല്ലാം പണി കിട്ടും. ഹോസ്പിറ്റൽസ് രക്ഷപ്പെടുന്നത് എന്തുവാ? ആളുകൾക്ക് രോഗം വരുമ്പോൾ പിന്നെയും ഹോസ്പിറ്റൽസിന് പിടിച്ചേക്കാം. കാരണം ആളുകൾ പ്രായമാകുമ്പോൾ അവർക്ക് കുറേ രോഗങ്ങളൊക്കെ വരും. അങ്ങനെ ഹോസ്പിറ്റൽസിനെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ കുറെ ആക്സിഡന്റ് കേസസിനും ഹോസ്പിറ്റലിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഹോസ്പിറ്റൽസ് കുറേയൊക്കെ രക്ഷപ്പെടും. പക്ഷെ അവരുടെ പണ്ടത്തെ റവന്യൂക്കാളും ഇപ്പോഴത്തെ റവന്യൂ ഭയങ്കര കുറവായിരിക്കും. കാരണം ആളുകൾക്ക് രോഗമില്ല. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, മൂവീസും സോങ്സും എല്ലാം ഈ സിഗരറ്റ് സ്മോക്കിങ്ങിനെ, ആൽക്കഹോളിനെയൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം റിവേഴ്സ് ചെയ്യും. ഇവരെല്ലാം ഫിറ്റ്നസിനെ പ്രൊമോട്ട് ചെയ്യും. ഫിറ്റ്നസിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കഥകളൊക്കെ അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും.
അപ്പം അങ്ങനെ വരുമ്പോൾ അവരും ചേഞ്ച് ആവും. പിന്നെ കുറെ ആക്ടേഴ്സ് അവരെല്ലാം ഫിറ്റ്നസ്സിലേക്ക് വരും. കാരണം ആളുകൾക്ക് ഫിറ്റ്നസ് ആയിട്ടുള്ള ആളുകളെ കണ്ടാൽ മതി. അപ്പം അതനുസരിച്ച് ഈ ആക്ടേഴ്സും അതിലേക്ക് വരും. ഞാൻ ഈ പറഞ്ഞ ലോകത്തെ എല്ലാവരും ഈ 99% ആളുകളും ഫിറ്റ്നസ് ആണെങ്കിലുള്ള കാര്യമാണ്. 99 പോലും വേണ്ട. ഇപ്പോൾ ഒരു 20% ആളുകൾ, ലോകത്തെ പോപ്പുലേഷൻ്റെ 20% ആളുകൾ ഫിറ്റ്നസ്സിലേക്ക് വന്നാൽ മതി. ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകും സത്യത്തിൽ ഈ ലോകത്ത്. കാരണം ഈ ഫാർമ കമ്പനീസിനും ഈ നമ്മുടെ ഫുഡ് ആൻഡ് ബിവറേജസ് കമ്പനീസിനും ഇവർക്ക് എല്ലാവർക്കും, കാരണം ഈ രണ്ട് ഇൻഡസ്ട്രിക്കും തമ്മിൽ ഭയങ്കര ലിങ്ക് ഉണ്ട്. കാരണം ഈ ഫുഡ് ആൻഡ് ബിവറേജസ് കമ്പനീസ് എന്തോ ചെയ്യുന്നത്, അവർ കാരണം നമുക്ക് രോഗം ഉണ്ടാകും. അപ്പം നമ്മുടെ രോഗം മാറ്റുന്ന ആരാ? ഈ ഫാർമ കമ്പനീസ്. അപ്പം ഇവർക്കും പൈസ കിട്ടും, ഇവർക്കും പൈസ കിട്ടും. അങ്ങനെയാണ് സത്യത്തിൽ നടക്കുന്നത്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും പൈസ കിട്ടിയില്ലെങ്കിലോ നമ്മൾ കുറെ കാലം ജീവിക്കും. ഇതാ സംഭവിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നവരെ എല്ലാം നമ്മൾ ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഈ ഭയങ്കരമായിട്ട് ജിമ്മിൽ പോയി മസിൽ എടുക്കുക അതൊന്നും അല്ല. നമ്മൾ ഒരു ദിവസം അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി, എന്തെങ്കിലുമൊക്കെ നമ്മൾ ശരീരമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും വർക്കൗട്ട് ചെയ്താൽ മതി. പിന്നെ അത്യാവശ്യം മെയിനായിട്ട് നമ്മൾ ഡയറ്റും കൂടി നോക്കിയാൽ മതി. മെയിനായിട്ട് ഷുഗറൊക്കെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുക. മൊത്തം അവോയ്ഡ് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചൊക്കെ കഴിക്കുക. അപ്പം ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം ഹെൽത്തിയാവും. ഒരു ലോങ് ടൈമിൽ നമ്മളെല്ലാം ഭയങ്കര ഹെൽത്തിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 100% ആളുകളെ ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഒരു 10%, ഒരു 15% ആളുകളെ ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഈ ലോകം മാറും. അപ്പോൾ അത്രയുള്ള ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.